2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനമധ്യത്തിൽ തുണിയുരിഞ്ഞ് നാണം കെട്ട് നാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഏതു വിധേനയും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA-ക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി കടലിലെ തിരകൾ ഏറി വരുന്നത് പോലെ സ്ത്രീ പീഡന കേസുകൾ ഉണ്ടാക്കി. ആദ്യം 2 കേസുകളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ 2 കേസിലും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് നടക്കുമ്പോഴാണ് മറ്റൊരു കേസ് കൂടി കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്നത്. വിദേശത്തുള്ള അതിജീവിത എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇമെയിലായി ഒരു പരാതി കിട്ടുന്നു. വിദേശത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ പരാതിയുടെ രത്നച്ചുരുക്കം. ഈ പരാതി കെട്ടിച്ചമച്ചത് തന്നെയാണ് മുഖ്യമന്ത്രി ആ പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നു. ഒരു കാരണവശാലും കോടതിയിൽ ഇത് നിലനിൽക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ കീഴ്ക്കോടതിയിൽ ഇത്തരം കേസുകൾക്ക് ജാമ്യം അനുവദിക്കുക പതിവല്ലാത്തതിന്റെ പേരിൽ പിന്നീട് ജില്ലാ കോടതിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ നിന്നും ജാമ്യം എടുക്കാൻ സാധിച്ചത്. എന്തായാലും 18 ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിഞ്ഞത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഇപ്പോൾ എടുത്തു കാണിക്കാവുന്ന ഒരേ ഒരു ആനുകൂല്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് ചെല്ലാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു വിധത്തിലും ഇനി ജനങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമായതോടുകൂടി ഈ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു യുവ MLA-യെ തിരഞ്ഞു പിടിച്ച ഒരു സ്ത്രീപീഡന കേസുമായി 3 സ്ത്രീപീഡന കേസുകളാണ് പിണറായി വിജയനും കൂട്ടരും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടാക്കിയത്. എന്നാൽ ഈ കേസിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നേടി പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും അടുത്ത കേസുകൾക്ക് വേണ്ടി കോപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ അണിയറ കഥകളിൽ നിന്നും ആണ് ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന കേസിലെ അല്ലെങ്കിൽ സ്ത്രീപീഡന നാടകങ്ങൾ പാളിയതോടുകൂടി ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ കേസിലെ അതിജീവിതമാരെയും വെട്ടിലാക്കുന്ന ഒരു കേസ് തന്നെയായി മാറുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക. സുപ്രീം കോടതിയിലെ അഭിഭാഷകയായ ദീപ ജോസഫ് എന്ന ഒരു പൊതുപ്രവർത്തക കൂടിയായ സ്ത്രീയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ച ഇത്തരം കേസുകൾ നിയമപരമായി നിലനിൽക്കില്ല എന്നും ഇത്തരം കേസുകൾ വളരെ ആസൂത്രിതമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില അതിജീവിതമാരെ രംഗത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം കളിച്ച നാടകമാണ് എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ദീപ ജോസഫ് ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിൽ എടുത്തിരിക്കുന്ന FIR റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ഇങ്ങനെയൊരു റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ റിട്ട് ഫയൽ ചെയ്തതിന്റെ വിശദമായ വാദം കേൾക്കുന്നതിനിടയിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ FIR റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്റെ വാദം കൂടി കേൾക്കണം, തന്നെ കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി കൊടുത്തിരിക്കുന്നു. ഏതായാലും ദീപ ജോസഫ് നൽകിയിരിക്കുന്ന ഈ റിട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. അതായത് ഭരണഘടനാപരമായി ഈ കാര്യം ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചിരിക്കുന്ന ഈ വ്യക്തികൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ നിലനിൽക്കില്ല, നിയമപരമായി ഇത് നിലനിൽക്കില്ല. അതുകൊണ്ട് ഈ കേസ് സ്ക്വാഷ് ചെയ്യണം എന്ന് തന്നെയാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായി ഇതിൽ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിജീവിതയുടെ പേര് ഞങ്ങൾ ആരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു കാരണവശാലും ഈ കേസിന് നിയമപരമായി നിലനിൽക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസിന് അടിസ്ഥാനമായി എടുത്തിരിക്കുന്ന FIR റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരും രഞ്ജിത പുളിക്കലും രാഹുൽ ഈശ്വരുമെല്ലാം ദീപ ജോസഫിന്റെ ഈ പോസ്റ്റുകളെ സോഷ്യൽ മീഡിയയിൽ ദീപ ജോസഫ് പോസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കള്ളക്കേസാണ് എന്നുള്ള തരത്തിൽ ദീപ ജോസഫ് ഇട്ട പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരും രഞ്ജിത പുളിക്കലുമെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നിയമലംഘനം തന്നെയാണ്, അതിജീവിതയെ അവർ വീണ്ടും ക്രൂശിക്കുന്നു എന്നാണ് അതിജീവിത പറഞ്ഞത്. ഇവിടെയും ദീപ ജോസഫ് കൃത്യമായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ സാധ്യത ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ അതിജീവിത ചെയ്യുന്നത്. അതിജീവിയുടെ പേരോ അല്ലെങ്കിൽ ഇത്തരം വസ്തുവകകളോ എന്തെങ്കിലും ഇതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളോ തന്റെ പോസ്റ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. അതിജീവിതയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കും രാഹുൽ ഈശ്വരനും രഞ്ജിത പുളിക്കുന്നതിനുമെല്ലാം കേസെടുക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ ദീപ ജോസഫ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനും സന്ദീപ് വാര്യർക്കും രഞ്ജിത പുളിക്കലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെ എടുത്തിരിക്കുന്ന കേസുകളുടെ FIR സ്ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാണം കെട്ട് നാറി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും രഞ്ജിത പുളിക്കലിന്റെയും സന്ദീപ് വാര്യർക്കും രാഹുൽ ഈശ്വറിനെതിരെ എടുത്ത് ഈ കേസുകൾ സ്ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദീപ ജോസഫ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ കേസും പിണറായി വിജയനും ഇടതുപക്ഷത്തിനും വീണ്ടും വിനയായിത്തീരുന്നു. ഒരു കാരണവശാലും
ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ കൂടി കേൾക്കണം എന്നുള്ള അതിജീവിത തടസ്സ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ച ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ദീപ ജോസഫ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം മറയ്ക്കുന്നതിന് വേണ്ടി, ഭരണ വിരുദ്ധ വികാരം മറയ്ക്കുന്നതിന് വേണ്ടി, 2026 തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടി പിണറായി വിജയൻ പുതിയ കേസുകൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനിയും ഈ കേസിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.